ഞാൻ ചേച്ചി എവിടെ പോയിന്? ഒരാൾക്ക് എവിടെയെല്ലാം പോവാനുണ്ടാവും. അല്ല നിന്നോട് പറയണ എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞാലേ പറ്റൂലൂ. എല്ലാ കാര്യവും എന്റെ അടുത്ത് പറയണമെന്നില്ല. കഴിഞ്ഞ ആഴ്ച വീടിന് അവിടെ വന്നിട്ട് സാധനം വാങ്ങിച്ചതല്ലേ, അതിന്റെ പൈസ തന്നിട്ട് നിങ്ങൾ എവിടെയാച്ച പോയിക്കോ. അതെയാ നീ പറഞ്ഞേ ഞാൻ എപ്പ സാധനം മനസ്സിലാ പൈസ പറയുന്നത്? എന്റെ എല്ലാരും പറഞ്ഞിന് നിങ്ങൾക്ക് കടം തന്നാ നടക്കൂലെന്ന്. അത് ചോദിച്ചാൽ കാര്യം ചൂടാവുകയിൽ സാധനം കിട്ടണം. അത് നിങ്ങളത് മനസ്സിലാക്കിക്കോ. എന്താണ് നിങ്ങൾ ഇങ്ങനെ? അതാ ഞാൻ ഇയാൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് ഇയാള് പറഞ്ഞു. ഞാൻ സാധനം മേടിക്കാൻ ഇയാൾക്ക് പൈസ കൊടുക്കാൻ വയ്യ. സാധനം മേടിച്ച പൈസ ഞാൻ അതിനൊക്കെ എല്ലാം കമ്പ്ലീറ്റ് കണക്കെല്ലാം തീർത്തു കൊടുത്തു. ഇപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പോകാൻ പറഞ്ഞു. എന്നോട് അവിടെ നിൽക്കുക എന്റെ പൈസ കൊണ്ടാണ്. എന്താ പറയുന്നത്? എന്റെ അടുത്ത് ഈ പെണ്ണുങ്ങൾ സാധനം വാങ്ങിയത് കടയിൽ വന്നിട്ട് പച്ചക്കറി കുറെ വാങ്ങിയതാന്ന്. അപ്പൊ എനിക്ക് 2000 ചില്ലാൻ കൊടുക്കാൻ എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. ഇപ്പൊ പറഞ്ഞ സാധനം വാങ്ങിച്ച പൈസ തരൂലെന്ന്. അപ്പൊ നിങ്ങളൊരു തീരുമാനത്താക്കിത്ത. ഞാൻ കൊടുക്കാനില്ല പൈസ. ഒന്നും കൊടുക്കാനില്ലേ? ഇല്ല. പിന്നെ ഇങ്ങനെ വെറുതെ പറയാ അയാള്. പോയേക്കാ നമുക്ക് ഇതെന്തെങ്കിലും ഒരു ഇതായിക്കൂടെ? ശരിക്കും കണക്കോ ഏകദേശം പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റം. സാധനം വാങ്ങി നമുക്ക് മാറ്റാൻ പറ്റുമോ? കണക്ക് ലീസ്റ്റുകാരൻ നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ കറക്റ്റായിട്ട് എന്റെ വില കൂട്ടി കൊടുത്തു നമ്മള്. പിന്നെ ഇപ്പൊ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റൂല. തരാനില്ല. നമുക്ക് എഴുതി വെച്ച റിക്കാർഡ് ഉണ്ട് ബുക്കില്. പ്രശ്നം എന്ന് പറഞ്ഞാല് വീട്ടിൽ അതിന് സാധനം പച്ചക്കറിയിലും വാങ്ങി 2000 ചില്ലാൻ ഉറുപ്പി ഇറക്കി കൊണ്ട് തരാനുണ്ട്. അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിക്കുമ്പോഴോ ഞാൻ എപ്പോ സാധനം വാങ്ങി ഞാൻ വാങ്ങിയിട്ട എന്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ തരാനില്ല, എല്ലാവരുടെ ഒഴിഞ്ഞു മാറുന്നത്. ഇവര് ഒന്നും കൊടുക്കാനില്ലെന്നാ പറയുന്നത്. ഈ സ്ത്രീന്റെ സ്ഥിരം സ്വഭാവമാണ്. കഴിഞ്ഞ ആഴ്ച ഇതേണൊക്കെ ഞാൻ പോകുമ്പോ ആ മറ്റേ പീടിയയിലെ ആ കരുണനിൽ അവരും ഇതേണൊക്കെ പറയുന്നുണ്ടായി. അന്നേരം അവരോടും പറഞ്ഞു ഞാൻ തരാനില്ല. പക്ഷെ ഇവരെ പറ്റി എല്ലാരും പറയുന്നെന്ന് പറഞ്ഞാല് ആടെ ഇടിയുമ്പോൾ അത് ഇതും പറയാ, വാങ്ങിയാ കൊടുക്കാണ്ടിരിക്കുക, എന്ത് ഞാൻ വാങ്ങിച്ചില്ല പറയാ. അതുകൊണ്ട് എനക്കില്ല ഇടപെടാൻ കഴിയില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഞാൻ പോകും. അല്ല പോയേക്കാ എന്താ പറയുന്നത്? നിങ്ങൾ തീരുമാനമാക്കിയിട്ട് എനിക്ക് വാങ്ങിയിട്ട് പൈസ തരണം. മധ്യസ്ഥം പറഞ്ഞാക്കി തരാം. അല്ലാണ്ട് എനിക്ക് ഇത്രയും പൈസ നഷ്ടപ്പെടാൻ പറ്റുമോ? 100-200 രൂപയാണെങ്കിൽ ഞാനത് ക്യാൻസൽ ആക്കാം. ഈ 2000 ചില്ലാൻ ഉറുപ്പ്യ കിട്ടും. 2000 ചില്ലാൻ ഉറുപ്പ്യ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് കോയക്ക നിങ്ങൾ ഇതാക്ക് നമുക്ക്. നിങ്ങൾ എന്താ പറയുന്നത്? എന്നൊരു കാര്യമുണ്ട്. നീ എന്നെ ഇതെല്ലാം തീരുമാനിച്ചോ? ഞാനിങ്ങ് പോയത് ഞാനൊന്നും അറിയില്ല. കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞ മധ്യസ്ഥം പറഞ്ഞുകൊണ്ടാ പെണ്ണുങ്ങളിപ്പം ഇങ്ങോട്ട് പോയത്. 2 ദിവസം കഴിഞ്ഞിട്ട് എനക്കെന്റെ കാശ് തിരിച്ചു കിട്ടണം. ഇത് എന്റെ സ്വഭാവം മാറും. ഓരോ കുലുമാലെല്ലാം ഏറ്റെടുത്തിട്ട് എല്ലാം എന്റെ പരിടിക്ക് കൊണ്ടു പോകുമല്ലോ. അതായത് എന്റെ ഒരു സ്വഭാവ ദോഷമാണെന്ന് തോന്നി ഞാൻ ഇങ്ങനെ ഏറ്റെടുക്കല്. എന്തൊരു പണിയാന്ന് നോക്കി.